എൻ്റെ ആനന്ദം നീ, ഞാൻ ചേക്കേറും ചില്ലയും നീ, എൻ്റെ ആകാശം നീ, എൻ്റെ ആനന്ദം നീ, ഞാൻ ചേക്കേറും ചില്ലയും. അച്ഛാ, എന്നാ പോണി? ഷജിച്ചാ, എന്നാ പോണി? അച്ഛാ, അച്ഛാ, എന്നാ പോണി? അച്ഛൻ എന്താ ഈ കീറിക്കളയുന്നത്? എന്താ എന്നാ ബോണിക്ക് എന്ത് പറ്റി? അല്ല, എന്തെങ്കിലും വിഷമമുണ്ടോ? ഞാൻ എന്തെങ്കിലും ചെയ്തോ? ബോണി ഒന്നും ചെയ്തില്ല, ആരും എന്നോടൊന്നും ചെയ്തില്ല. എൻ്റെ ബോണി ഇതെൻ്റെ പഴയ കുറച്ച് പാട്ടുകളാണ്. അല്ല, അച്ഛനതെന്ത് കീറിക്കളയുന്നത്? എന്താ? ചില ദൈവം തന്ന ചില അവിടുത്തെ കരുണ കൊണ്ട് തന്ന ചില നല്ല നമ്മൾ ശ്രമിക്കാതെ കിട്ടിയ ചില പാട്ടുകളുടെ മുമ്പിൽ എഴുതിയ പാട്ടുകളൊക്കെ ചവറാ, അന്ന് മാറ്റി വെച്ചെന്നേ ഉള്ളൂ. എനിക്ക് ആരോടും പിണക്കൊന്നുമില്ല. ദൈവം നമ്മൾ പടച്ചുണ്ടാക്കിയ ചില പാട്ടുകളേക്കാൾ ദൈവം ചില അനുഭവങ്ങളും തന്ന പാട്ടുകൾ, അത് വലിയ അനുഭവമായിട്ട് തോന്നുന്നുണ്ട്. ഒരിക്കൽ മരണകരമായ അപകടത്തിൽ നിന്നൊരിക്കൽ ഗോവയിൽ വെച്ച് യാത്ര ചെയ്തപ്പം വണ്ടി കത്തി, ഒരു ബസ്, എനിക്ക് വർഷങ്ങൾക്ക് മുമ്പുള്ള ഓർമ്മയാണ്. വണ്ടി തീ പിടിച്ചെന്ന് ഓർക്കുന്നുണ്ട്. ഞാൻ ഇതുവഴിയായി പുറത്ത് ചാടിയെന്ന് എനിക്കറിയത്തില്ല. മിക്കവാറും ആ ചാട്ടം കണ്ട എന്നെ സർക്കസ് കമ്പനി എടുത്തുകൊണ്ട് പോയാനെ. ഇപ്പോഴും ഓർമ്മയില്ല, പക്ഷെ വണ്ടി തീ പിടിച്ച ഓർമ്മ എൻ്റെ തലയിലുണ്ട്. പിന്നെ നമ്മളന്ന് പറഞ്ഞ തൊട്ടിൽ തീ പിടിച്ചത്, ചാക്ക കെട്ട് വീണ, അങ്ങനെ പല അനുഭവങ്ങളുണ്ട്. അപ്പം ശരിക്കും ഒരിക്കൽ എഴുതി, യേശുവിൻ കാരുണ്യം മൂലം ലഭിച്ചോരി രണ്ടാം ജന്മം കാഴ്ചയായി നൽകുവാൻ നിൽക്കയായി ദൈവമേ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അങ്ങനെ എഴുതിയ ഒരു പാട്ട് അവർക്ക് കണ്ടപ്പം, ഉണ്ടാക്കി എഴുതിയ പല പാട്ടുകളും വെറുതെ ആണല്ലോ എന്ന് ചിന്തിച്ചതുകൊണ്ട് ഞാൻ കീറിക്കളഞ്ഞതാണ്. അല്ലാതെ ഒരിക്കലും അന്ന് മനസ്സിൽ ഉള്ളൊരു ദൈവം തന്നതിൻ്റെ മുമ്പിൽ മനുഷ്യൻ സൃഷ്ടിക്കുന്ന എത്രയോ നിസ്സാരം. യേശുവിൻ കാരുണ്യം മൂലം ലഭിച്ചോരി രണ്ടാം ജന്മം, യേശുവിൻ കാരുണ്യം മൂലം ലഭിച്ചോരി രണ്ടാം ജന്മം കാഴ്ചയായി നൽകുവാൻ നിൽക്കയായി ദൈവമേ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൻ കാരുണ്യം മൂലം ലഭിച്ചോരി രണ്ടാം ജന്മം കാഴ്ചയായി നൽകുവാൻ നിൽക്കയായി ദൈവമേ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അച്ഛൻ പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു, ദൈവം തരാത്തതായിട്ട് ഒന്നുമില്ലല്ലോ അച്ഛാ, എല്ലാം ദൈവം തന്നതല്ലേ? തീർച്ചയായിട്ടും അത് നമ്മൾ ഉണ്ടാക്കുന്നതൊക്കെ എഴുതുന്നതൊക്കെ ദൈവം തന്നു തന്നെ. എങ്കിലും ദൈവത്തിൽ നേരിട്ട് ജനിക്കുന്നു. ഇപ്പം ഉദാഹരണം, നമുക്ക് അനുദിനം കിട്ടുന്ന ഊണും ആഹാരവും ഒക്കെ ദൈവം തരുന്നതാണല്ലോ. പക്ഷേ ഇതുപോലെ ചില സർപ്രൈസിങ് അനുഭവങ്ങൾ ദൈവത്തിൽ നിന്ന് നേരിട്ടുള്ളൊരു ഇടപെടലല്ലേ. ഈ നേരത്തെ പറഞ്ഞ പോലെ അസ്വാഭാവികമായ കാര്യം, അസ്വാഭാവികമായി നമുക്ക് 2 മക്കബയർ 15:27 പറയുന്നു, ദൈവത്തിൻ്റെ പ്രത്യക്ഷ സഹായം നിന്നെ ആഹ്ലാദഭരിതനാക്കും. അപ്പം ഇങ്ങനത്തെ ചില അനുഭവങ്ങൾ ദൈവം നേരിട്ട് പ്രവർത്തിക്കുന്നതിന് തുല്യമല്ലേ. ചില സഹായം നമുക്കിപ്പോൾ എനിക്ക് ഷാജി അച്ഛനിലൂടെ ഒരു സഹായം, അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളിലൂടെ, എക്സാക്ട്ലി. പക്ഷേ അതിനപ്പുറത്ത് ദൈവം നേരിട്ട് അല്ലേ തരുന്ന ഒരു രണ്ടാം വരവിൻ്റെ അനുഭവങ്ങളെ എല്ലാം നശിച്ച് തീർന്നിടത്തുനിന്ന് ഒരു തിരിച്ചു വരവേ. അപ്പം അങ്ങനെ ഒരു അനുഭവത്തിൽ നിന്ന് എഴുതിയത്. അതായത് ചങ്ങനാശ്ശേരിയിൽ വടക്കേക്കര എന്നൊരു സ്ഥലമുണ്ട്. അവിടെ എനിക്ക് എൻ്റെ സ്നേഹിതൻ മനോജ് എന്നൊരു ഓട്ടോ ഓടിക്കുന്ന ചെറുപ്പക്കാരനുണ്ട്. ഈ മനോജിനോടൊരിക്കൽ പറഞ്ഞൊരു അനുഭവം വെച്ചാൽ, ഈ പാട്ട് അദ്ദേഹം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം എനിക്കത് മുഴുവൻ ഓർമ്മ വരുന്നില്ലെങ്കിലും CD പ്ലെയർ ഓഫായിട്ട് പിന്നെ വേറെ ജോലികൾക്ക് പോയി. നമുക്ക് കാറിൻ്റെയൊക്കെ സ്റ്റീരിയോ പോലെ നമുക്ക് പിന്നീട് അവിടെ തൊട്ട് കേൾക്കുമല്ലോ. ഇദ്ദേഹം അതിന് വേറെ ജോലിക്ക് പോയി ഡ്രസ്സ് അയൺ ചെയ്യായിരുന്നു. ഇദ്ദേഹം ഡ്രസ്സ് അയൺ ചെയ്തുകൊണ്ടിരുന്നപ്പം ഇലക്ട്രിസിറ്റി, കറണ്ട്, വിദ്യുശക്തി
തിരിച്ചടിക്കുക, അങ്ങനെ ഒരു പരിപാടിയുണ്ട്. ഈ എന്തോ അശ്രദ്ധ കൊണ്ട് വിദ്യുശക്തി ലൈനിൽ കൂടെ തിരിച്ചു കയറുക എന്ന് പറയും. തിരിച്ചു കയറിയിട്ട് ഇയാൾക്ക് ഷോക്ക് അടിച്ചിട്ട് ഇയാൾ പറന്നങ്ങ് തെറിച്ച് പോയി. എന്നിട്ട് നേരെ ഭിത്തിയെ പോയി ഇടിച്ചിട്ട് തിരിച്ചു വന്ന അയാൾ വീണ്ടും വന്ന് ഭാര്യയുടെ ദേഹത്തിട്ട് ഇടിച്ച് അവിടെ ഒരു ഭയങ്കര കലാമിറ്റി ആയിപ്പോയി. ശരിക്കും പറഞ്ഞാൽ മനോജ് പറച്ചാൽ ഈ ഇത്രയും വലിയ തീവ്രതയിൽ വിദ്യുശക്തി തിരിച്ചു കയറി വരുമ്പം ഞാൻ ഷോക്കടിച്ച് വേറെ ഭിത്തിക്കെട്ടിടിച്ച് ഞാൻ മരിച്ചു പോകും. ഞാൻ മരിച്ചില്ല. പക്ഷെ എന്നെ അത്ഭുതപ്പെടുന്ന സംഗതി അത് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഇത് വലിയ അത്ഭുതമായിപ്പോയല്ലോ, മക്കളെ ദൈവത്തിന് നന്ദി പറ, എടി വലിയ ദൈവാനുഗ്രഹം മാത്രമാണ് എന്നൊക്കെ പറഞ്ഞ് വന്ന് പാട്ട് പിന്നിടുമ്പം യേശുവിൻ കാരുണ്യം മൂലം ഈ പാട്ട് തന്നെ ലഭിച്ചോരി രണ്ടാം ജന്മം കാഴ്ചയായി നൽകുവാൻ നിൽക്കയായി ദൈവമേ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ബോണിക്ക് അങ്ങനെയുള്ള അനുഭവങ്ങൾ? എനിക്കുണ്ട്. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ ഓൾട്ടർ ബോയ് ആയിരുന്നു. അപ്പോൾ ഞങ്ങളുടെ അടുത്തൊരു ചാപ്പലിൽ അതിൻ്റെ ഓഫീസ് റൂമിലാണ് ജനറേറ്റർ വെച്ചിരിക്കുന്നത്. ജനറേറ്റർ റൂമില്ല. അപ്പോൾ പിറ്റേ ദിവസം ഞായറാഴ്ചത്തെ റീഡിങ് നോക്കാൻ വേണ്ടിയിട്ട് ഞാനും കുർബാനയുടെ മധ്യയുള്ള റീഡിങ് ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും കൂടി ഈ ഓഫീസിലിരുന്ന് ഇതിങ്ങനെ വായിച്ചു നോക്കുക. അപ്പോൾ കറണ്ട് പോയി, ജനറേറ്റർ ഓൺ ചെയ്തു. അപ്പം ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നു. പക്ഷേ ഈ ജനറേറ്റർ ഓൺ ചെയ്ത് പോയ ചേട്ടൻ ഓഫീസ് പുറത്തുനിന്ന് പൂട്ടിക്കളഞ്ഞത്. അദ്ദേഹം ശ്രദ്ധിച്ചില്ല ഞങ്ങളവിടെ ഇരിക്കുന്നതും. അദ്ദേഹത്തിന് അറിയാൻ പാടില്ലായിരുന്നു തോന്നുന്നു. മറ്റ് ജനലുകളൊന്നും തുറന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ ജനറേറ്ററിലെ കൂടെ വരുന്ന ഈ പുക ശ്വസിച്ച് ഞാൻ ആദ്യം ബോധം കെട്ടങ്ങ് വീണു. അപ്പോൾ ഈ ബഹളം വെക്കുന്നുണ്ട്, ഞങ്ങൾ ഡോറിൽ മുട്ടുന്നുണ്ട്, അതാരും കേൾക്കുന്നില്ല ഈ സ്വരം കൊണ്ട്, സ്വരം. ഞാനങ്ങ് മറിഞ്ഞു വീണു. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവൻ പേടിച്ചു, അവനും കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങ് മറിഞ്ഞു വീണു. ഇതിൻ്റെ അകത്ത് കാർബൺ മോണോക്സൈഡാണ് പുറത്തേക്ക് വരുന്നത്. അത് ശ്വസിച്ച് കഴിഞ്ഞാൽ തീർന്നു പോകും. പിന്നെ ഒന്നും ഓർമ്മയില്ല. അപ്പോൾ അന്ന് അവിടെ ഇരിക്കുന്ന കൊച്ചച്ഛൻ ഫാദർ ആൻ്റണി അഞ്ചുതൈക്കൽ, അച്ഛൻ കമ്മ്യൂണിയൻ കൊടുക്കാൻ വേണ്ടിയിട്ട് വരുമ്പോൾ അച്ഛൻ്റെ ഉള്ളിൽ ആരോ പറയുന്നു. അച്ഛൻ പറയും ഒരിക്കലും ആ ഓഫീസ് റൂം തുറക്കേണ്ട ആവശ്യമില്ല. ആരോ പറയുന്നു വെറുതെ ഒന്ന് ഓഫീസ് ഒന്ന് തുറക്കുക. കമ്മ്യൂണിയൻ കൊടുക്കാൻ വേണ്ടി വന്ന അച്ഛനാണ്. അച്ഛൻ തുറക്കുമ്പോൾ 2 പിള്ളേരിങ്ങനെ താഴെ കിടക്കുന്നു. അച്ഛനും മനസ്സിലായില്ല. അച്ഛൻ ആദ്യം വിചാരിച്ചു കറണ്ട് ഷോക്ക് അടിച്ച് വീണ്, കാരണം കൈ ഇങ്ങനെ ഒരു വയറിൽ മുട്ടിക്കിടക്കുന്നുണ്ട്. അച്ഛൻ ഓടി വന്നു, നോക്കുമ്പോൾ ഇങ്ങനെ വായിൽ നിന്ന് പതയൊക്കെ വന്ന് കിടക്കുക. പെട്ടെന്ന് അച്ഛൻ പോയി മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തു, കുർബാനയുടെ മധ്യത്തിൽ അനൗൺസ് ചെയ്തു. അപ്പോൾ അവിടെ ഒരു കുർബാന കൊടുക്കുന്ന ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. ഡോക്ടർ വന്നു കഴിഞ്ഞപ്പോഴാണ് കറണ്ട് അടിച്ചതല്ല, ഇത് ജനറേറ്റർ എന്നുള്ള. ഇപ്പോൾ 2 മിനിറ്റ് കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ മരിച്ചു പോകേണ്ട ഒരാളാണ് ഞാൻ. അച്ഛൻ്റെ ആ ഒരു ഇടപെടൽ മൂലം അത് രക്ഷപ്പെട്ടു. അത് അച്ഛൻ നേരത്തെ പറഞ്ഞ കണക്ക് അസ്വാഭാവികം. ആ സമയത്ത് തുറക്കാൻ ഒരു സാധ്യതയുമില്ല. ഒരു 2ാം ജന്മമാണ്. കാവൽ നിന്നു ദൈവമൻ പ്രാണൻ തൂകി പോകാതെ, മീവൽ പക്ഷി പോലെ ഞാൻ അരികിൽ ഞാനും ചേക്കേറാം. അതുപോലെയാണ് എന്നെ കാത്തത്, ബോണിയെ കാത്തത്. കാവൽ നിന്നു ദൈവമൻ പ്രാണൻ തൂകി പോകാതെ. ആൻഡ് ഹെൻസ് അതുകൊണ്ട് മീവൽ പക്ഷി പോലെ നിൻ അരികിൽ ഞാനും ചേക്കേറാം. മരണക്കുഴിയിൽ നിന്നതിശയകരമായി പുതുജന്മതീരത്തു ഞാൻ വന്നെടുത്തു. മിഴികൾ തുളുമ്പുന്നു നാഥ, നേർച്ചയായി ജീവിതം നൽകിടാം ദൈവമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്നുള്ളതാണ്. സാധാരണ അത് കേൾക്കുന്നതാണെങ്കിൽ പോലും അത് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ട് പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. കാരണം ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന പരമ്പരാഗതമായ ചൊല്ല് ഒരു പാട്ടിലേക്ക് കയറ്റണമെന്ന അഭിനിവേശം കൊണ്ട് വർഷങ്ങൾക്ക് മുമ്പ് 9-10
10 വർഷം മുമ്പ് ഞാൻ ചെയ്തു വെച്ച പാട്ടായത്. ഇത് 2001 കാവൽ നിന്നു ദൈവമെൻ പ്രാണൻ പോകെ പോകാതെ നീവൽ പക്ഷി പോലെ നിൻ അരികിൽ ഞാനും ചേക്കേറാം മരണച്ചുഴിയിൽ നിന്നതിശയകരമായി പുതുജന്മതീരത്തു ഞാൻ വന്നടുത്തു മിഴികൾ തുളുമ്പുന്നു നാഥാ നേർച്ചയായി ജീവിതം നൽകിടാം ദൈവമേ ഈശോ മിശിഹായ്ക്കു സ്തുതിയായിരിക്കട്ടെ. ഇത് ഏത് ആൽബത്തിലാണ് ഓർക്കുന്നില്ല. ഹോളി ബൈബിളാണ്. ഹോളി ബൈബിൾ. അതെ, 2001 കണ്ട, അല്ല 2004 അങ്ങനെ കണ്ട. എന്തോ എനിവേ മരണച്ചുഴിയിൽ നിന്ന് അതിശയകരമായി പുതുജന്മതീരത്തു ഞാൻ വന്നെടുത്തു മിഴികൾ തുളുമ്പുന്നു നാഥ. അങ്ങനെ എഴുതിയ പാട്ടായത്. ശരിക്കും ഒരു 2ാം ജന്മം കിട്ടിയ ഓർമ്മ ഇല്ലാത്തവരുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ആരും പൊതുവേ ഇല്ല അല്ലേ? ഒരു സെക്കൻഡ് ബർത്തിൻ്റെ അവസരം ഭൂമിയിൽ എല്ലാവർക്കും ദൈവം ഒരു റീതിങ്കിങ്ങിന് 2ാം ചിന്തയ്ക്ക് അവസരം എന്നെ സംബന്ധിച്ചിടത്തോളം 5, 7, 8, 10 തവണ തമ്പുരാൻ ജന്മങ്ങൾ നൽകിയവനാണ്. എനിക്കൊരിക്കലും അതുകൊണ്ട് മീവൽ പക്ഷി പോലെ നിൻ അരികിൽ ഞാനും ചേക്കേറിയേ പറ്റൂ. കാരണം എനിക്ക് അത്രയ്ക്ക് കടമയുണ്ട്. എത്രയോ തവണ ഏതൊക്കെ അപകടം, കെട്ടെ, പൂട്ടെ, ചവിട്ടെ, എല്ലാത്തിൽ നിന്നും ദൈവം രക്ഷിച്ചിരുന്നു. അങ്ങനെ വരുമ്പോൾ പിന്നെ അവനെ വിട്ടിട്ട് എവിടെ പോകാനാ? അതേ കർത്താവെ, ഞങ്ങൾ എവിടെ പോകാൻ? ജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ടല്ലോ. എന്ത് രസമാണ് പത്രോസിൻ്റെ ഉത്തരം അല്ലേ? പത്രോസേ എന്നാ പറയുന്നത്? പോകുന്നോ? പത്രോസിന് തുപ്പാനും മേല, കഴിച്ചിട്ട് ഇറക്കാനും മേല, മതിരിച്ചിട്ട് തുപ്പാനും മേല. ഒരു ദുഃഖത്തോടെ അങ്ങേര് പറഞ്ഞ്, ആ മനുഷ്യൻ പറഞ്ഞ്, കർത്താവ് എവിടെ പോകാനാണ്? എല്ലാം നിൻ്റെ കൂടെ. പ്രാവിൻ പാവനമാനസം നീ എന്നുള്ളിൽ ലേകുന്നു, നോവിൻ പിണരുകളേറുമ്പോൾ ദ്യോവിൽ നിന്നു നീ കാണുന്നു, മിഴി നിറയുന്നതു കാണുന്ന നാഥൻ മഴവിൽ കൊടിയൊന്നു ചാർത്തുന്നു ഹൃത്തിൽ, സ്തുതി നിറയുന്നെൻ്റെ നാവിൽ. എൻ്റെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ പിടിച്ചു നിർത്തിയ ചിന്തയായത്. നിൻ്റെ ഹൃദയം മിഴി നിറയുമ്പോൾ ഒരു മഴവില്ല് ഉദിക്കും. നിൻ്റെ മിഴി നിറയുമ്പം ഒരു മഴവില്ല് ഉദിക്കും. മിഴി നിറയുന്നത് കാണുന്ന നാഥൻ മഴവിൽ കൊടിയൊന്ന് ചാർത്തുന്നു ഹൃത്തിൽ. നീ അത് ഓർക്കണം. സ്തുതി ഉയരുന്നെൻ്റെ നാവിൽ. അച്ഛാ നേരത്തെ പറഞ്ഞു, ഒന്നുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ അച്ഛാ? ഏതാ? ഈ മിഴി നിറയുമ്പോൾ മഴവിൽ കൊടി. അതായത് ഞാൻ എൻ്റെ ഒരു പ്രാർത്ഥനയായിട്ട് എഴുതിയിരിക്കുന്നത്, എന്നും പ്രാവിൻ്റെ ഒരു നിർമ്മല മാനസം നീ എനിക്ക് തരണം. നോവിൻ പിണരുകളെ ഏറുമ്പോൾ, നൊമ്പരമേറുമ്പോൾ ദ്യോവിൽ നിന്നു നീ നോവിൻ പിണരുകളെ ദ്യോവിൻ. ആ പ്രാസത്തിന് വേണ്ടി എഴുതിയ എൻ്റെ നൊമ്പരങ്ങൾ ദൂരത്ത് നിന്ന് പോലും നിനക്ക് അജ്ഞാതമല്ല. പിന്നെ എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, മിഴി നിറയുന്നത് കാണുന്ന നാഥൻ മഴവിൽ കൊടിയൊന്നു ചാർത്തുന്നു ഹൃത്തിൽ. നിൻ്റെ മിഴി നിറയുന്നത് കാണുന്ന നാഥൻ, ദ്യോവിൽ നിന്നത് വീക്ഷിക്കുന്ന നാഥൻ. മിഴി നിറയുമ്പോൾ നിൻ്റെ ഹൃദയത്തിന് അപ്പുറത്ത്, നിൻ്റെ തലയ്ക്ക് മുകളിൽ ഒരു മഴവിൽ കൊടി ഉറപ്പായിട്ട് സ്ഥാപിക്കുന്നുണ്ട്. അതുകൊണ്ട് നിൻ്റെ അധരത്തിൽ സ്തുതി മതി. മിഴി നിറയുന്നത് കാണുന്ന നാഥൻ മഴവിൽ കൊടിയൊന്നു ചാർത്തുന്നു ഹൃത്തിൽ. എന്ന് മിഴി നിറയുന്നോ ശേഷം ഒരു മഴവില്ല് കാണും. ഇനി നിങ്ങളിത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്താ ഞാൻ പറയുക, മിഴി നിറഞ്ഞിട്ടൊരു മഴവില്ല് കാണാനുള്ള ഭാഗ്യം കിട്ടിയില്ലെങ്കിൽ അടുത്ത 3 ദിവസം നിങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിലിരിക്കണം. മിഴി നിറഞ്ഞവർക്കെല്ലാം തോരണം പോലെ മഴവില്ല് കാണാൻ പറ്റും.
ബൈബിളിൽ മുഴുവൻ മഴവില്ലാണ്. മിഴി നിറയുന്നവർക്ക് വേണ്ടി കർത്താവ് മഴവില്ല് നാട്ടിക്കൊണ്ടേയിരിക്കുക. ദൈവത്തിൻ്റെ നിരന്തര സൃഷ്ടി എന്ന് പറയുന്നത് കരയുന്നവർക്കും മിഴി നിറയുന്നവർക്കും വേണ്ടി പുതിയ മഴവില്ല് നാട്ടുക എന്നുള്ള. നിങ്ങളുടെ മിഴി നിറയുമ്പോൾ പുതിയൊരു മഹത്വത്തിൻ്റെ മഴവില്ല് കർത്താവ് വീണ്ടും നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിക്കും. കർത്താവിൻ്റെ സൃഷ്ടി തുടരുന്നു 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 എന്ന് പറയുന്നതിൻ്റെ പൊരുളതാ. യേശുവിൻ കാരുണ്യം മൂലം ലഭിച്ചോരി രണ്ടാം ജന്മം കാഴ്ചയായി നൽകുവാൻ നിൽക്കയായി ദൈവമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ശുശ്രൂഷിക്കട്ടെ. യേശുവിൻ കാരുണ്യം മൂലം ലഭിച്ചോരി രണ്ടാം ജന്മം. യേശുവിൻ കാരുണ്യം മൂലം ലഭിച്ചോരി രണ്ടാം ജന്മം കാഴ്ചയായി നൽകുവാൻ നിൽക്കയായി ദൈവമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൻ കാരുണ്യം മൂലം ലഭിച്ചോരി രണ്ടാം ജന്മം കാഴ്ചയായി നൽകുവാൻ നിൽക്കയായി ദൈവമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കാവൽ നിന്നു ദൈവമെൻ പ്രാണൻ പോകെ പോകാതെ. നീവൽ പക്ഷി പോലെ നിൻ അരികിൽ ഞാനും ചേക്കേറാം. മരണച്ചുഴിയിൽ നിന്നതിശയകരമായി പുതുജന്മതീരത്തു ഞാൻ വന്നടുത്തു. മിഴികൾ തുളുമ്പുന്നു നാഥാ. നേർച്ചയായി ജീവിതം നൽകിടാം ദൈവമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൻ കാരുണ്യം മൂലം ലഭിച്ചോരി രണ്ടാം
വഹിച്ചോരീ രണ്ടാം ജന്മം കാഴ്ചയായി നൽകുവാൻ നിൽക്കയായി ദൈവമേ ഈശോ മിശിഹായ്ക്ക് സ്തുതി.